ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റുള്ള മസാല ചാർക്കോൾ ചിക്കൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ സൂപ്പർ ചാർക്കോൾ ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. നമ്മുടെ മസാല ചാർക്കോൾ ചിക്കൻ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഇതുപോലെ വലിയൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ തന്നെ യൂസ് ചെയ്യണം, എങ്കിലേ നമ്മുടെ ചിക്കന് നല്ലൊരു കളർ കിട്ടുകയുള്ളൂ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള വിനാഗിരിയാണ്. വിനാഗിരി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ചേർത്തിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല ചാർക്കോൾ ചിക്കൻ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുകയില്ല. മസാല മുഴുവനായിട്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മുഴുവനായിട്ടുമുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഏകദേശം 1.5 കിലോ വെയിറ്റ് വരുന്ന ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലെ വെള്ളമെല്ലാം നമ്മൾ വാർത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ല ഡീപ്പായിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുക്കുക. നല്ല ഡീപ്പായിട്ട് വരഞ്ഞു കൊടുത്താലേ മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പിടിക്കുകയുള്ളൂ. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ചിക്കൻ നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലതാണ്. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ചാർക്കോൾ ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി നമുക്കൊരു കുക്കർ എടുക്കാം. കുക്കർ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കനെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ചിക്കൻ കുക്കറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെക്കാം. 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 2 വിസിൽ വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പം നമ്മുടെ കുക്കർ 2 തവണ വിസിൽ വന്നു. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത്. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. കുറച്ചുകൂടി പണികൾ ബാക്കിയുണ്ട്. അതിനുവേണ്ടി നമുക്ക് മറ്റൊരു പാന് വെച്ച് കൊടുക്കാം. പാന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് മീഡിയം വലുപ്പത്തിലുള്ള 2 സവാള നൈസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഏത് കളർ ക്യാപ്സിക്കം ആണെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ചിക്കനെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കുക്കറിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഗ്രേവി കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ മസാലയും ചിക്കനും അതുപോലെ ഈ സവാളയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനും മസാലയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മളൊരു ചാർക്കോൾ കത്തിച്ചെടുത്തിട്ടുണ്ട്. ഈ ചാർക്കോളിൻ്റെ ഉള്ളിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് ചിക്കൻ്റെ കൂടെ തന്നെ വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കുക. ഈ സ്മോക്കി സ്മെല്ല് കൂടി നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കണം. അപ്പോഴേ നമ്മുടെ ചാർക്കോൾ ചിക്കൻ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. 10 മിനിറ്റിന് ശേഷം ഇത് മാറ്റിയിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ അടിപൊളി മസാല ചാർക്കോൾ ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തതെന്ന് കണ്ടല്ലോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ ബൈ.